5 മിനിറ്റിനകത്ത് പോകണം. എല്ലാവരും വേഗം വേണം. ഇറങ്ങി പാടും. ആവട്ടെ. പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നു? ശരിയാ, ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു. അവിടെ കരച്ചിൽ കേൾക്കുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, ഒരു അനക്കമില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ? ഓരോ ദിവസം ഒരു പുലിവാലം ഉണ്ടാക്കരുത് കേട്ടോ. അന്ന് റോഡിൽ കിടന്ന പ്രവാചകനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ അനുമതി നീ മറന്നിട്ടില്ലല്ലോ. 2 ദിവസമാവും ലോക്കപ്പിൽ കിടന്നു. മതി മതി സഹായിച്ചത്. കാലത്ത് എന്നില്ലെങ്കിലേ പുറംകളി കളിക്കാൻ പോയെന്നും പറഞ്ഞ അച്ഛൻ ബഹളം കൂട്ടും. വാ, മതി മതി മതി, വാ വാ വാ. ഞാൻ എന്റെ പാടൂ വരാൻ. അയാൾ കിടന്ന് വിളിച്ചു പോകുന്ന എന്തില്ലേ? ഞാൻ പാടും. എന്തായാലും മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത്. ആ മോട്ടോർ സൈക്കിളുകാരൻ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. ശരിയാ, നമുക്ക് വേഗം സ്ഥലം. നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് പോരാൻ്റെ തലായിരുന്നു. എന്നാ വണ്ടി വിട്, പോവാ. എടാ, എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. നീ കിടന്നോ? നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയേക്കും. നമുക്കൊരു ചായ പിടിച്ചിട്ട് അന്തരൂന്റെ കട തുറന്നു. എന്താടാ ഇത് എവിടെന്നാണെന്ന്? ഇതങ്ങനെ കിട്ടി. മനസ്സിലായി. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ ഊണ് കഴിച്ചില്ലേ? അവിടെ നിന്ന് അടിച്ചെടുത്ത. ഇത് അവിടെ നിന്നൊന്നും കിട്ടിയല്ല. പിന്നെ എവിടെ? ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ പെണ്ണിന്റെ അടുത്ത് ചേർന്ന് കിട്ടിയതാണ്. ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എല്ലാ അകത്ത്. അത് ശരിയാ. നിന്റെ കരിയാക്കൊണ്ടൊന്നും മിണ്ടായിരിക്കാവോ? എടുക്കാം. കട്ടെടുത്ത സാധനം ഇവിടെ വെക്കരുത്. ഇത് കട്ടെടുത്തല്ലടാ, കിട്ടിയതല്ലേ. ഞാൻ അങ്ങനെ ആയിപ്പോയി. കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്കെടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എവിടെന്നെങ്കിലും 2 കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ. ഇത് കൊള്ളാമല്ലോടെ സാധനം. ഒന്ന് നോക്കട്ടെ. അത് വേണ്ട, കുറ്റം പറയാൻ വേണം, സാധനം കാണാൻ വേണം. അത് വേണ്ട, ശരിയാവൂല, തരൂല. പറഞ്ഞില്ലേ? ഇതെന്താടാ തിളങ്ങണത്? ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ രത്നം തന്നെ. ദേവിന്റെ അത്ര എഴുത്ത് ഒന്ന് വായിക്കട വേഗം. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതെന്താണിത്? അറബിയാ? ഉറുദുവാ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ്. ദാ ഇവിടെ IKT എന്ന് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ IKT? IKT എന്ന് പറഞ്ഞാ ഇടികൊള്ളും തീർച്ച. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു. ഇപ്പൊ എന്തായി? കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം. അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് അകത്തിടും. ഇതെന്തിനാണ് അവിടെ കൊണ്ടുവെക്കണത്? നമുക്ക് വിറ്റ് പങ്കിട്ടെടുക്കാം. വിൽക്കാനോട്ട് കൊണ്ടില്ലേ? ഞാനില്ല. എടാ, നമ്മളെ ബുദ്ധിമുട്ടുള്ള അറിഞ്ഞ് ദൈവം തന്നായിരിക്കും. ഒരു 10-25 ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ഉണ്ട്. അതൊന്നും ശരിയാവൂല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണത്? ഒരു ഐഡിയ. നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ? ഓ, അവന്റെ ഒരു ഐഡിയ. കൊണ്ടുപോടാ.
അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസും ഉണ്ടെങ്കിൽ അതുവരെ അവരിടിച്ച് തെളിക്കും. പിന്നെ പുറത്തു വരുമ്പോ മുഖം അലോമനി പാത്രത്തിൽ ലോറി എറി വരിക്കും. എന്നാലേ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. ആ ബെസ്റ്റ്. അച്ഛൻ്റെ കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും. നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോഷണ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ. തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മളിത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും? വേറെ എവിടെയും വെക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ നല്ലത്. അതെടാ, ഇവിടെ വെക്കണ്ട, അവസാനം പോലീസ് എന്നെ പൊക്കും. ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. വേണ്ടടാ. ഇതും ആരുടെങ്കിലും കൊടുക്കാം. വേണ്ടടാ, വേണോ എന്തിനാ? അങ്ങോട്ട് എന്റെ പാവ അല്ലേ കണ്ട. അങ്ങോട്ട് പോടാ. എടാ, ഇങ്ങോട്ട് അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? സ്മഗ്ലിംഗ് പാർട്ടിയാണെന്ന് വ്യക്തമായില്ലേ? അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ. പിന്നെ കള്ളക്കടത്തുകാരാണെന്ന് പത്രക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരെ മിടുക്കന്മാരാ. അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി കിട്ടി കാണും. രത്നത്തിന്റെ കാര്യമൊന്നും അവരും അറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് കാശാക്കാം. എനിക്ക് കാശാക്കാം. ഒന്ന് പോടാണെന്ന്. അന്വേഷണം നടക്കുന്നുണ്ടാവും. എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിളുകാരനായിരിക്കും. പോയി നോക്കാം. വാ. ഇതാവൻ തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ടത്. എന്റെ അമ്മ, നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചൊരു മോട്ടോർ സൈക്കിളിനെ കണ്ടില്ലേ? അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അയാൾ ഇങ്ങോട്ട് കയറി വരും. നീ പത്രം എവിടെ ഒളിപ്പിച്ചു? എവിടെ ഒളിപ്പിക്കും? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ ഒളിപ്പിച്ചു നോക്കാം. പത്രം ഒളിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ കലാദർശകയിലെ മിമിക്സ് താരങ്ങളല്ലേ? അല്ല, അതെ. നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു. വളരെ നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ആ ലാലിന്റെയും മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. എന്റെ പേര് ജെയിംസ് ബോണിഫസ്. SN കോളേജിൽ ലെക്ചറാണോ? അല്ല, ഞാൻ അടുത്ത താമസിക്കുന്നത്. ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ 7ാം നമ്പർ റൂമിലാ താമസം. നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ വരട്ടെ. അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ. അയ്യോ, നിസാം, എന്റെ തൊണ്ടയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ബാസ്കറ്റ്. എന്തുവാടാ ഇത്? നീ എന്തായി കാണിച്ചത്? ന്യൂസ് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാ. ന്യൂസ് പേപ്പർ ഒളിപ്പിക്കാൻ വായിലുണ്ട്. കുറച്ച് വെള്ളം കൊടുക്ക്. ഇന്നലെ പാവയ്ക്കുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നല്ലോ. എന്തി? അത് ഇവിടെ ഇരിപ്പുണ്ട്. അത് അറിയാവുന്ന ആരൊക്കെ ഉണ്ടെന്ന് വായിപ്പിക്കും. എനിക്കറിയാവുന്ന ഒരു ഉറുദു മാഷുണ്ട്. ആളെങ്ങനെ? വിശ്വാസമില്ലാത്ത പോലെ പാർട്ടിയാണെങ്കിൽ ആകെ കുഴപ്പമാവും. എന്റെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും. എങ്കിൽ അങ്ങേരെ കൊണ്ട് വായിപ്പിക്കാം. പക്ഷെ കൊച്ചാപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എന്റെ അമ്മേ, അവന്റെ അണ്ണാക്കിലോട്ട് കയറ്റി. ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അയ്യോ
കച്ചവടം എന്താ മാഷേ ഇത് ഞാനാ ഉണ്ണി. ഓ ഉണ്ണിയായിരുന്നു. മാഷ് എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ച് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന്. മാഷിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നാ ഞങ്ങള്. എന്താ ഉണ്ണികൃഷ്ണ വിശേഷം? ഞങ്ങളുടെ ഉറുദുവിൽ ഒരു ലെറ്റർ ഉണ്ട്, അതിന്റെ അർത്ഥം മാഷൊന്ന് വായിച്ച് പറഞ്ഞു തരണം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതാ പെണ്ണെ എത്തി കിടന്ന പക്ഷേ ഇത് ഞങ്ങളുടെ മിമിക്രിയിലെ ഒരു പുതിയ ഇനമാണ്. അതായത് ഉറുദു അറിഞ്ഞാത്ത ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരു എഴുത്ത് എഴുതാൻ വരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഉറുദു എഴുതുന്നു, ഹിന്ദിയിൽ എഴുതോ, തമിഴ് എഴുതോ, കന്നഡത്തിൽ എഴുതോ, അങ്ങനെ അങ്ങനെ മാഷിന്റെ അർത്ഥം പറഞ്ഞില്ല. അതാണോ കാര്യം? പറഞ്ഞുതരാം. പ്രിയപ്പെട്ട കാസർഗോഡ് കാതർബായി, ഇവിടുന്ന് ഒരു ലീലാപ്പണിക്കരുടെ കയ്യിൽ 25 ലക്ഷത്തിന്റെ ചരക്കയക്കുന്നു. കിട്ടിയാലുടൻ ഫോൺ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം ഐക്കേറ്റി. ഈ ഐക്കേറ്റി എന്താ? ഇന്റർനാഷണൽ കള്ളത്തട്ടിപ്പ്. അല്ല മാഷെ, നമ്മുടെ മിമിക്രിയുടെ കോഡാ. പിന്നെ മാഷെ ഇത് പുറത്താരോടും പറയരുത്, നമുക്ക് ഡേഞ്ചറാ. വേറെ ഒന്നുമല്ല, വേറെ മിമിക്രി ട്രൂപ്പുകാരുണ്ട്, അവരിത് കോപ്പി അടിക്കും. അവരുടെ മാഷെ താങ്ക്സ്. ഉണ്ണികൃഷ്ണ, ഒരു 100 രൂപ കടം തരാൻ കാണുവോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ കാസർഗോഡ് കാദർബായി ഇന്റർനാഷണൽ സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ആളാ. ഇത്രയും വിലയുള്ള ഡയമണ്ട്സ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല. കാദർബായിയുടെ ആൾക്കാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നമുക്കിത് കാദർബായിയുടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് ഉണ്ടായത് എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറയാം. ചിലപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് കാദർബായി 25,000 രൂപയിൽ നമുക്ക് തരാതിരിക്കൂല. ഇവിടെ വേണോ പ്രാളം? അവന് കാശുണ്ടാക്കുന്ന കാര്യം ഒന്ന് പോടാ അവിടെ. എടാ, നമ്മൾ ഇതും ചുമന്നുകൊണ്ട് അങ്ങോട്ട് എന്താ അവസാനം വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും അയക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നെ അങ്ങോട്ട് പറ. നമുക്ക് നാളെ തന്നെ കാസർഗോട്ടേക്ക് പോവാം. എന്താടാ വണ്ടി നിർത്തിയത്? എത്ര നേരമായത്, ഞാൻ ആകെ ക്ഷീണിച്ചു. ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടിക്കും. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ചവിട്ട് വിട്. എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇറങ്ങ. എല്ലാവർക്കും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഒന്ന് ഇരിക്കാന്ന് വെച്ചു. വാട്ട് ഈസ് ദിസ്? ഡീസന്റ് ആയി ബിഹേവ് ബ്രദേഴ്സ്. എടാ സാബു, ഇതിന്ന് 5 എടുത്ത് മാറ്റിയ കാദർബായി അറിയൂടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. കയ്യും കണക്കില്ലാതല്ലേ കള്ളക്കടത്ത് സാധനം കൊടുത്തേക്കുന്നത്. കാദർബായി എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. തരുവാടാ? തരും. പോലീസ് ജീപ്പ് അവിടെ നിർത്തിയല്ലോ. ഞാൻ മാത്രം പേടിച്ചില്ല. രക്ഷപ്പെട്ട മോനെ കേറിക്കോ.